പൈസയോടുള്ള ആർത്തി കാരണമാണ് ഇവർ ഈ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നത്. ആർത്തിയാണ്, പൈസയോടുള്ള ആർത്തി. കച്ചവടം ചെയ്ത് ആര് ചത്താലും ആര് മരിച്ചാലും ആര് അസുഖം വന്നാലും എത്ര പേർക്ക് ഡയറിയ വന്നാലും പൈസ ഉണ്ടാക്കുക, മാക്സിമം പൈസ കിട്ടുക, എന്നിട്ട് ഇവർ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു വഴി എന്താണ് തോന്നുന്നത്? അത് ഗവൺമെന്റ് തന്നെ വേണം ചെയ്യാൻ. അതിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സ് ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ട ടൈമിൽ ട്രെയിനിങ് കൊടുക്കാനും ഇതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാനും ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് അത് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന് പറയാനും ഓരോ ഈ ഫുഡ് ചെയിനിലുള്ള റെസ്റ്റോറൻറ്റ്സിലുള്ളവർക്ക് മനസ്സിലാവാനും വേണം. ഇതൊക്കെ ചെയ്യുന്നത് പോയ്സണസ് ആണ് എന്നുള്ളത് ബോധം അവർക്ക് വരണം. അല്ലെന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ കട ഇവിടെ ഉണ്ടാവില്ല. പണ്ടത്തെ പോലെ ഒന്നും ഈ ഇൻസ്പെക്ടർ ഒന്നും എല്ലാ ഷോപ്പിലും പോകേണ്ടോ പിടിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. CCTV വേണമെങ്കിൽ കമ്പൽസറി ആക്കാം. ചെറിയൊരു ഷോപ്സ് അല്ല ഞാൻ പറയുന്നത്, ഒരു മിനിമം ടൈമിൽ CCTV കമ്പൽസറി ആക്കാം. CCTVയുടെ അസസ് ഈ പല ഇൻസ്പെക്ടേഴ്സിനും കൊടുക്കാം. അവർക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആക്കി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര പേര് ഈ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്തും. ശക്തമായ പണിഷ്മെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങണം. വേണം. ഇന്ന് നല്ല രീതിയിലുള്ള പണിഷ്മെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ബാക്കിയുള്ളവരോട് കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കച്ചവടം ചെയ്താൽ എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലാതെ, ഗൈഡ് ലൈൻസ് അല്ലാതെ, ഞങ്ങൾ പറഞ്ഞ രീതിയിലല്ല നിങ്ങൾ ഷോപ്പിലെ പല ഫുഡ് ഐറ്റംസും കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പണിഷ്മെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് വേണം ബോധവൽക്കരിക്കാൻ. ഇപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സൈലന്റ് ആയാൽ കടക്കാർ വയലന്റ് ആവും. നിങ്ങൾ സൈലന്റ് ആവുമ്പോഴത്തേക്കും അവര് ഏത് അറ്റം വരെയും പോയി ലാഭത്തിന്റെ പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും പാവം ജനങ്ങളാണ് ഇവരെ വിശ്വസിച്ച് കടയിൽ കയറിയിട്ട് അസുഖങ്ങൾ വന്ന് പെട്ടുന്നത്, മരിച്ചു വരെ പോകുന്നുണ്ട്. നമസ്കാരം, എല്ലാവർക്കും അൻവിൻ ടോക്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് വളരെ സീരിയസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഭക്ഷണം വിൽക്കുന്ന ആളുകൾ, അത് ഒരു റെസ്റ്റോറന്റ് ഷോപ്പ് ആണെങ്കിലും ബജി ഷോപ്പ് ആണെങ്കിലും ചാറ്റ് ഷോപ്പ് ആണെങ്കിലും, ഇവരൊന്നും ഒരു ക്വാളിറ്റി ഫുഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫുഡ് ക്വാളിറ്റി അല്ലെ ഫുഡ് സ്റ്റാൻഡേർഡ്സ് എന്തുകൊണ്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല? ഇന്ന് എൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കെൻലിനാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഭക്ഷണം വിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഒരു ഫുഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, എല്ലാവരെ കുറിച്ചല്ല എന്നാലും മിക്ക ആൾക്കാരും ഒരു ഫുഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് അവർക്ക് ആഗ്രഹമില്ലാത്തത്? എന്തുകൊണ്ടാണ് അവർ പല ഭക്ഷണ പദാർത്ഥങ്ങളും കൊണ്ടുപോയി കിച്ചണിൻ്റെ ഒരു മൂലക്ക് കൊണ്ടുപോയി എലി പോകുന്ന സ്ഥലത്തും പാറ്റ പോകുന്ന സ്ഥലത്തും കൊണ്ടുപോയി വെക്കുന്നത്? ഒക്കെ വെക്കേണ്ട ഒരു സ്ഥലങ്ങളുണ്ടല്ലോ, ആ ഒരു സ്ഥലത്ത് വെക്കാതെ ഇതൊരാൾ കഴിക്കുന്നതാണ്, അത് കഴിക്കുന്നതിനെ കുറിച്ച് അവർക്ക് ഒരു ബോധവുമില്ലാതെ അത് ഹാൻഡിൽ ചെയ്യേണ്ട രീതി ഹാൻഡിൽ ചെയ്യാതെ ഇങ്ങനെ അവരെ കൊണ്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന പോലെ ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടി തന്നെയാണ്. എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടി തന്നെ. ഇപ്പോൾ ആരെങ്കിലും അല്ലെന്ന് പറഞ്ഞിട്ടും നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബിസിനസ് ചെയ്യുന്നത് പ്രോഫിറ്റിന് വേണ്ടി എന്നുള്ളതോടൊപ്പം തന്നെ അത് ചെയ്യേണ്ട രീതി, മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഇതെല്ലാം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വേണം. അതായത് ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കണം. ഇന്ന റെസ്റ്റോറൻറ്റ് കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. ആണ്ടിലും സംക്രാന്തിയിലും ആൾക്കാർ റെസ്റ്റോറന്റിൽ വരുന്നുമുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ഇത് മാത്രം മതിയോ? കറക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവരത് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ജനങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസയോടുള്ള ആർത്തി കാരണമാണ് ഇവർ ഈ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ലാഭത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നത്. ആർത്തിയാണ്, പൈസയോടുള്ള ആർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ചവടം ചെയ്ത് ആര് ചത്താലും ആര് മരിച്ചാലും ആര് അസുഖം വന്നാലും എത്ര പേർക്ക് ഡയറിയ വന്നാലും പൈസ ഉണ്ടാക്കുക, മാക്സിമം പൈസ കിട്ടുക, എന്നിട്ട് ഇവർ വീട്ടിൽ പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു വഴി എന്താണ് തോന്നുന്നത്? അത് ഗവൺമെന്റ് തന്നെ വേണം ചെയ്യാൻ. അതിന്റെ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സ് ഈ പറഞ്ഞ പോലെ അവർക്ക് വേണ്ട ടൈമിൽ ട്രെയിനിങ് കൊടുക്കാനും ഇതാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയാനും ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് അത് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന് പറയാനും ഓരോ ഈ ഫുഡ് ചെയിനിലുള്ള റെസ്റ്റോറൻറ്റ്സിലുള്ളവർക്ക് മനസ്സിലാവാനും വേണം. ഇതൊക്കെ ചെയ്യുന്നത് പോയ്സണസ് ആണ് എന്നുള്ളത് ബോധം അവർക്ക് വരണം. അല്ലെന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ കട ഇവിടെ ഉണ്ടാവില്ല എന്ന വിചാരം. ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തമായ പണിഷ്മെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങണം. വേണം. നല്ല രീതിയിലുള്ള പണിഷ്മെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് ബാക്കിയുള്ളവരോട് കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ കച്ചവടം ചെയ്താൽ എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലാതെ, ഗൈഡ് ലൈൻസ് അല്ലാതെ, ഞങ്ങൾ പറഞ്ഞ രീതിയിലല്ല നിങ്ങൾ ഷോപ്പിലെ പല ഫുഡ് ഐറ്റംസും കീപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഉണ്ടാകുന്ന പണിഷ്മെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് വേണം ബോധവൽക്കരിക്കാൻ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് പണ്ടത്തെ പോലെ ഒന്നും ഈ ഇൻസ്പെക്ടർ ഒന്നും എല്ലാ ഷോപ്പിലും പോകേണ്ടോ പിടിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. CCTV വേണമെങ്കിൽ കമ്പൽസറി ആക്കാം. ചെറിയ ചെറിയ ഷോപ്സ് അല്ല ഞാൻ പറയുന്നത്, ഒരു മിനിമം ടൈമിൽ CCTV കമ്പൽസറി ആക്കാം. CCTVയുടെ അസസ് ഈ പല ഇൻസ്പെക്ടേഴ്സിനും കൊടുക്കാം. അവർക്ക് ചെക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആക്കി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എത്ര പേര് ഈ ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ തോന്നുന്നു? എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മോണിറ്റർ ചെയ്യാനായിട്ട് ഒരാള് ഉണ്ട്. We are always monitored. അതെ, നിങ്ങളുടെ ഷോപ്പ് ഫുള്ളി മോണിറ്റേർഡ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ആളിരിക്കണം. അതാണ് അടുത്ത സംഭവം. അപ്പൊ ഗവൺമെന്റ് ഒഫീഷ്യൽസിനോട് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സൈലന്റ് ആയാൽ കടക്കാര് വയലന്റ് ആവും. നിങ്ങൾ സൈലന്റ് ആവുമ്പോഴത്തേക്കും അവര് ഏത് അറ്റം വരെയും പോയി ലാഭത്തിന്റെ പുറകിലോട്ട് പോകുമ്പോഴത്തേക്കും പാവം ജനങ്ങളാണ് ഇവരെ വിശ്വസിച്ച് കടയിൽ കയറിയിട്ട് അസുഖങ്ങൾ വന്ന് പെട്ടുന്നത്, മരിച്ചു വരെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആക്ഷനിലോട്ട് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പോകാത്തത്? പറ്റാഞ്ഞിട്ടാണോ? പ്രൊവാക്റ്റീവായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റൂലേ? എന്തോരം നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇടപെട്ട് കുറെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, വളരെയധികം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയുടെ ടോപ്പിക് എടുത്തപ്പോഴത്തേക്കും. കാര്യം നമ്മുടെ നാട്ടിലുള്ള ലിറ്ററസിയുടെയും ഇങ്ങോട്ടേക്കുള്ള സപ്പോർട്ടിന്റെയും അളവ് നോക്കിയാൽ വളരെയധികം ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2018 അതിന്റെയൊക്കെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. പക്ഷെ വലിയൊരു ദുരന്തം വന്നാലേ ഞങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുള്ളൂ. 5 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഉണർവൊക്കെ തീർന്നു, ഇനി അടുത്ത ദുരന്തം വന്നാലേ ഞങ്ങൾ ഉണരൂ എന്ന് പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണരാനായിട്ട് ആൾക്കാരില്ലാതെ നമ്മുടെ നാട് നശിച്ചു. ഇപ്പം അത്രയും ഫുഡ് പോയ്സണസ് ആവുന്നതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കാണുന്നത്. അതായത് ഇപ്പോൾ ഡയറി ആണെങ്കിലും ബോധം കെടുന്നതാണെങ്കിലും ഫുഡ് പോയ്സൺ ആണെങ്കിലും ബാക്കിയുള്ള ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മളിലുണ്ടാവുന്ന സ്ലോ ആയിട്ട് നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന പല ഇഷ്യൂസും ഉണ്ടാവും. അതൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല, ആരും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യണം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ. എപ്പോഴും മിസ്റ്ററി ഇൻസ്പെക്ഷൻസ് നടക്കണം. അതെ, ഒരിക്കലും തിങ്സ് ഷുഡ് ബി ഇൻസ്പെക്ടഡ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്പെക്ഷൻ വേണം. അവർക്കൊരു ബോധ്യം വേണം, ഞങ്ങൾ ഈ പോയ്സണസ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ കടയ്ക്ക് നിലനിൽപ്പില്ല, റെപ്യൂട്ടേഷൻ ഇല്ല എന്നുള്ളൊരു വിചാരം. ആൾക്കാരാണെങ്കിലും പോയി കഴിക്കുമ്പോഴത്തേക്കും അതിന്റെ ഫീഡ്ബാക്ക് അവർ അടിക്കാനോ പിടിക്കാനോ ഒന്നും അല്ല നമ്മൾ പറയുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിച്ചിട്ട് ഞങ്ങളെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഒരു കാര്യം തോന്നുന്നു അപ്പൊ തന്നെ ഫോട്ടോ എടുക്കുക, വാട്സപ്പ് ചെയ്യുക, ഇന്ന ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും വാട്സപ്പ് ചെയ്യുക. ഇതിലൂടെ തന്നെ ആൾക്കാർക്ക് പേടി വരും. ഞങ്ങളുടെ കടയിൽ ഇന്നൊരു സംഭവം ഉള്ളത് കാണിച്ച് ആൾക്കാർ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും ഫൈൻ വരും. അത് എപ്പോഴും ഒരേ ഫൈൻ എമൗണ്ട് ആയിരിക്കരുത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് കെഞ്ചാച്ചൻ ഒരു ഷോപ്പ് ഇട്ടു, കെഞ്ചാച്ചൻ ഒരു മിസ്റ്റേക്ക് ചെയ്തു, ഫൈൻ കിട്ടി, 10,000 കിട്ടി. അതിനുശേഷം സെയിം മിസ്റ്റേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് 5 ഇരട്ടിയിലോട്ട് മാറ്റണം, അത് 50,000 ഫൈൻ കൊടുക്കണം. അടുത്തത് പിന്നെയും ചെയ്യും, ഒരു 3 മാസം കഴിഞ്ഞിട്ട് പിന്നെയും ആ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത 5 ഇരട്ടിയിലോട്ട് പോവുക. അപ്പൊ കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലാന്ന് വെച്ചാൽ പുള്ളി ഉണ്ടാക്കുന്ന പൈസ എല്ലാം കൂടെ ഫൈൻ അടക്കാനേ സമയമുള്ളൂ. അതെ, അതിനേക്കാളും നല്ലത് കിട്ടുന്ന ലാഭം മേടിച്ച് സന്തോഷമായിട്ടൊരു കട മുന്നോട്ട് കൊണ്ടുപോവുക. അതിലൂടെ ജനങ്ങൾക്ക് സന്തോഷവും ഈ കട നടത്തുന്ന ആൾക്ക് സന്തോഷവും സമാധാനവും. ഇതാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ആലോചിച്ച കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളത് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. കട നടത്തുന്ന ഓരോരുത്തർക്കും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവർക്കും ബോധവൽക്കരണപ്പെടട്ടെ, അവർ എങ്ങനെ ഒരു കട നടത്തണം. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴത്തേക്കും ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി. പൈസ മാത്രമല്ല ജീവിതം, പൈസയും വേണം, അതിന്റെ കൂടെ നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് കട നടത്തുന്ന ഓരോരുത്തരും ഈ വീഡിയോ കണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഒരു മാറ്റം നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരിക. അതിലൂടെ നിങ്ങൾ ഒരു നല്ലൊരു സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. താങ്ക് യു.